ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാം. ഏതാനും ദിവസങ്ങൾ കൊണ്ട്, അതായത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാം. ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല, 18 വയസ്സിന് ശേഷം ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, പുരുഷന്മാർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ചാനലിൽ നൽകുക. ഒരു വാഹനം എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിന്റെ 3 പെഡലുകളെ കുറിച്ചാണ്. ഈ 3 പെഡലുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കാനായിട്ട് ABC പെഡൽ എന്ന് ഓർക്കുക. എ എന്ന് പറയുന്നത് ഈ വലത് സൈഡിൽ കാണുന്ന എ എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ ആക്സിലറേറ്റർ പെഡലാണ്. അതായത് നമ്മളുടെ വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് വേഗത കൂടും. ആക്സിലറേഷൻ അയച്ചാൽ വാഹനത്തിന്റെ വേഗത സ്വാഭാവികമായിട്ടും കുറയും. ഇനി സെന്ററിൽ കാണുന്ന ബി എന്ന് പറയുന്നത് ബ്രേക്ക് ആണ്. അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യാൻ, അതായത് വണ്ടിയുടെ വേഗത കൂടിക്കഴിഞ്ഞാൽ ഒന്ന് പതിയെ ബ്രേക്ക് ചവിട്ടി വാഹനത്തിന്റെ വേഗത നമ്മൾ സ്ലോ ചെയ്യുന്നു. അപ്പോൾ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ഹാർഡായിട്ട് ചവിട്ടാൻ പാടില്ല. ഹാർഡായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ വേഗത തീർത്തും കുറഞ്ഞ് വണ്ടി എഞ്ചിൻ ഇടിച്ച് വണ്ടി ഓഫായി പോകും. എന്നാൽ ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത് സ്മൂത്ത് ആയിട്ടായിരിക്കണം. നമ്മൾ അങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ നമുക്ക് വാഹനത്തെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യും. ആ പെഡലാണ് സി എന്ന് പറയുന്ന ക്ലച്ച്, അതായത് നമ്മൾ ഇടത്തേക്കാലം ഉപയോഗിക്കുന്ന ഈ പെഡൽ. അപ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഓടുന്ന വണ്ടിയിൽ നമ്മൾ ബ്രേക്കും കൂടെ നന്നായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു വാഹനത്തെ പെട്ടെന്ന് നമുക്ക് നിർത്താനായിട്ട് കഴിയുന്ന ഒരു സംവിധാനമാണ് ക്ലച്ചും ബ്രേക്കും എന്ന് പറയുന്നത്. സി എന്ന് പറയുന്ന ക്ലച്ച് പെഡൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇടത്തേക്കാൽ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലച്ചിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ വാഹനത്തിന്റെ ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ വലത്തേക്കാല് ഉപയോഗിച്ചാണ്. ഇനി എങ്ങനെയാണ് നമുക്കൊരു വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വലത്തേക്കാലെടുത്ത് ബ്രേക്ക് പെഡലിലേക്ക് വെക്കുക. എന്തിനാണ് ബ്രേക്കിലേക്ക് വെക്കുന്നത്? നമ്മുടെ വണ്ടി ചിലപ്പോൾ ഒരു കയറ്റത്തായിരിക്കാം കിടക്കുന്നത്, ചിലപ്പോൾ ഒരു ഇറക്കത്തായിരിക്കാം, നിരപ്പത്തായിരിക്കാം. ഏത് സാഹചര്യത്തിലാണെങ്കിലും വണ്ടി നമുക്ക് ഉരുണ്ടു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് അമർത്തുന്നത്. ബ്രേക്ക് നമ്മൾ ഇതുപോലെ അമർത്തുക, ബ്രേക്ക് ആദ്യം ചവിട്ടി പിടിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക എന്നുള്ളതാണ്. ഇടത്തെ കാല് ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആക്കി കാലിന്റെ മുകൾ ഭാഗം ക്ലച്ചിന്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ക്ലച്ച് താഴോട്ട് താഴ്ത്തുക. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, നമ്മുടെ വാഹനത്തിൽ എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്? കൃത്യമായിട്ട് നിങ്ങൾ ക്ലച്ചിനെ കുറിച്ചൊരു നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠനം വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. കാരണം ക്ലച്ച് അത്രത്തോളം ഡ്രൈവിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് എൻജിനും ഉണ്ട്, ഗിയർ ബോക്സും ഉണ്ട്. അപ്പോൾ എൻജിൻ എന്തിനാണ് നമ്മൾ വാഹനത്തിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ വണ്ടി നീങ്ങാനായിട്ട് വേണ്ട പവർ എടുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് നമ്മളുടെ വാഹനത്തിന്റെ എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗിയർ ബോക്സ് എന്തിനാണ്? ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തെ വ്യത്യസ്ത വേഗത്തിൽ ചലിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗിയറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻജിനും വേണം, ഗിയർ ബോക്സും വേണം. അപ്പോൾ ഇവ രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളുടെ വീലുകളിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പവർ ഫ്ലോ ചെല്ലുകയും അങ്ങനെയാണ് നമ്മളുടെ വാഹനം റൺ ആകുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് അവിടെ ക്ലച്ച് യൂസ് ചെയ്യുന്നത്? ക്ലച്ച് യൂസ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണോ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ വീലുകളിലേക്ക് പോകാതിരിക്കേണ്ടത് അതിനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു റോളാണ് ഡ്രൈവിംഗിൽ ക്ലച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഒരു ഗിയറിലായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ ഫസ്റ്റിലായിരിക്കാം, ചിലപ്പോൾ റിവേഴ്സ് ഗിയറിലായിരിക്കാം. അപ്പം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്ത് പോകാൻ പാടില്ല. വണ്ടിയുടെ എഞ്ചിൻ മാത്രം സ്റ്റാർട്ടായിട്ട് നമുക്ക് ലഭിക്കണം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയിരിക്കണം. ബ്രേക്ക് കാല് വെച്ച് ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ മാത്രമായിരിക്കും അവിടെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നത്. ഗിയർ വഴി വീലുകളിലേക്കുള്ള പവർ ഫ്ലോ പോകാതെയാണ് ഇരിക്കുന്നത്. ഇത്രയും നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രേക്ക് കാല് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു. ക്ലച്ച് ചവിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ വണ്ടിയുടെ താക്കോൽ ജസ്റ്റ് ഞാൻ ഓൺ ചെയ്യുകയാണ്.
ചെയ്യുകയാണ്. ഓക്കെ, വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു. ദേ ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതായത് വണ്ടിയുടെ താക്കോൽ ജസ്റ്റ് ഓൺ ചെയ്യുക, ഓൺ മോഡിലേക്ക് വരുന്നു. ഓൺ മോഡിലേക്ക് വന്നിട്ട് ഒരു 3-4 സെക്കൻഡ് കഴിയുക, ഒറ്റ തിരിവ് തിരിയുക, വണ്ടി നമുക്കിവിടെ സ്റ്റാർട്ടാകാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടായി കഴിയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മളുടെ വാഹനത്തിൽ കുറേ അധികം വാർണിംഗ് ലൈറ്റുകൾ ഉണ്ടാകും. ആ വാർണിംഗ് ലൈറ്റുകളെല്ലാം തന്നെ കെട്ടോ എന്ന് നോക്കണം. അതായത് മീറ്റർ കൺസോളിൽ ഓഫ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് കീ ഒന്ന് ഓൺ ആക്കിയതുകൊണ്ടോ, അപ്പം ഈ നമ്മളുടെ വാഹനത്തിൽ കുറേ അധികം വാർണിംഗ് സിമ്പലുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇപ്പം വണ്ടി ഞാൻ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊണ്ട് എല്ലാ വാർണിംഗ് ലൈറ്റുകളും ഓഫായി. ഇപ്പം നിലവിലുള്ളത് ഹാൻഡ് ബ്രേക്കിൻ്റെ മാത്രം വാർണിംഗ് ലൈറ്റാണ്. അത് ഓൾറെഡി നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി എന്താണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയാം. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ഹാൻഡ് ബ്രേക്ക് പെഡൽ. ഇതിപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് വലിച്ചിട്ടേക്കാണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ബ്രേക്കാണ്, അല്ലെങ്കിൽ ഒരു എമർജൻസി ബ്രേക്കാണ്. അതായത് നമ്മളൊരു വാഹനം ഇതുപോലെ പാർക്ക് ചെയ്തിടുന്ന സമയത്ത് ഇത് മുകളിലേക്ക് വലിച്ചിടുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ 2 ടയറും ലോക്ക് ആകുന്ന പരുവത്തിലാണ് ഇത് വലിച്ചിടുന്നത്. ഇനി നമ്മൾ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ മുകളിലേക്കൊന്ന് വലിക്കുക. അപ്പോൾ ഈ ലോക്ക് ബട്ടൺ നിങ്ങൾ കഴിഞ്ഞു കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ലോക്ക് ബട്ടണിൽ ഒന്ന് ഞെക്കി പിടിച്ചുകൊണ്ട് താഴ്ത്തുക. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി നമുക്ക് വണ്ടി ഓടിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്കുകൾ നിങ്ങളെ ഇനി കാണിച്ചു തരാം. ഇനി ഗിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗിയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തെ വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് ഗിയർ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്. അതായത് ഗിയർ ലിവർ സെൻറ്റർ ആയിട്ട് വരുന്ന ഏരിയയാണ് ന്യൂട്രൽ. ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3rd ഗിയർ, അതുപോലെ തന്നെ 1st ഗിയർ, 5th ഗിയർ, ഇങ്ങനെ 3 ഗിയറുകൾ മുകൾ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഗിയറിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. ഇനി വീണ്ടും തൊട്ട് താഴോട്ടാക്കി കഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനിലായി. ന്യൂട്രൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഏരിയ ന്യൂട്രലാണ്, നടുക്ക് വരുന്ന ഏരിയ ന്യൂട്രലാണ്, റൈറ്റ് സൈഡ് ഏരിയ ന്യൂട്രലാണ്. ഇനി തൊട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഗിയറുകൾ താഴേക്കാണ്. അങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ വണ്ടിയുടെ ഗിയറിൻ്റെ പൊസിഷൻ ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും. ഇവിടെ നമുക്ക് 2nd, 4th, റിവേഴ്സ്, ഇങ്ങനെ 3 ഗിയറുകൾ താഴെയുണ്ട്. ഞാനിത് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തന്നത് നമ്മളുടെ ലിവർ നടുക്ക് വരുന്ന പൊസിഷൻ ആയിരിക്കും ന്യൂട്രൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പല ആൾക്കാർക്കും ഈ ന്യൂട്രൽ എവിടെയാണെന്ന് ഉള്ളൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ നമ്മൾ തൊട്ട് താഴോട്ടിട്ടിട്ട് ചില ആൾക്കാർ ഇങ്ങനെ അനക്കി നോക്കും ന്യൂട്രൽ ആണെന്ന് കരുതും. പക്ഷേങ്കിൽ നമ്മളുടെ ലിവർ ഒത്തിരി താഴോട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂട്രൽ പൊസിഷനിലല്ല, താഴെയുള്ള 2nd, 4th റിവേഴ്സ്, ഇതിലേതോ ഒരു ഗിയർ ആണെന്ന് മനസ്സിലാക്കുക. നടുക്ക് വരുന്ന ഏരിയ ആയിരിക്കും ന്യൂട്രൽ. ഇതിന് തൊട്ട് മേളിലേക്ക് വന്നിട്ട് ഗിയർ നിങ്ങളിങ്ങനെ ആട്ടി നോക്കരുത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിൽ 1st, 3rd, 5th ഈ 3 ഗിയറിൽ ഏതെങ്കിലും ആയിരിക്കും. ഇത്രയും നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ വണ്ടിയുടെ ഗിയർ ലിവർ ഞാൻ ന്യൂട്രാക്കി. ഇനി നമുക്കൊരു വാഹനം മുന്നോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1st ഗിയറാണ് ആവശ്യം. എന്തുകൊണ്ടാണ് 1st ഗിയർ നമ്മൾ വാഹനം മുന്നോട്ട് നീക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ ഒരു വാഹനത്തെ, ഈ വെയിറ്റ് ഉള്ള ഒരു വാഹനത്തെ മുന്നോട്ട് നീക്കാനായിട്ടുള്ള ശേഷിയുള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് 1st ഗിയറാണ്. അതായത് നല്ല ടോർക്ക്, പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് 1st ആണ്. അപ്പോൾ 1st കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഗിയർ നിങ്ങൾ ഇതുപോലെ ന്യൂട്രാക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1st ഗിയർ കറക്റ്റായിട്ട് തെറ്റാതെ ഇടാം. കാരണം ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ പൊസിഷനിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് മുകളിലാണ് 1st ഗിയർ വരുന്നത്. ഇനി 2nd ഗിയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് പിടിക്കുക, തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ വരുന്നു. കണ്ടോ, ലിവർ ന്യൂട്രൽ ഈ ഒരു ഏരിയ വരുന്നു. ഇനി ഇവിടുന്ന് നേരെ താഴോട്ട് വലിച്ചാൽ നേരെ 2nd ഗിയറിലേക്കായിരിക്കും വീഴുന്നത്. നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1st കൊടുത്ത് വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വാഹനം റൺ ചെയ്യുന്നതിനനുസരിച്ച്, ഈ പോയിന്റ് ഓർത്തോണം, വണ്ടി റൺ ചെയ്യുന്നതിനനുസരിച്ച് ഉപയോഗിക്കേണ്ട ഗിയറുകളാണ് 2nd ഗിയർ, 3rd ഗിയർ, 4th ഗിയർ, ഇത് 5th ഗിയർ. ഇത്ര ഗിയറുകൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ റൺ ചെയ്യാനായിട്ട്, നിർത്തിയ ഒരു വാഹനത്തെ മൂവ് ആക്കാനായിട്ട് 1st ഉപയോഗിക്കുന്നു. പിന്നെ എല്ലാ ഓട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗിയറുകളാണ് 2nd, 3rd, 4th. ഇത് 4th, 5th ഇത് ക്രമത്തിൽ തന്നെ നിങ്ങൾ ഇടുക. ഇപ്പോൾ 2nd ഇട്ടു. ഇനി 3rd ഇടുന്ന സമയത്തോ, 2nd പോകുന്ന സമയത്ത് നമുക്ക് 3rd ഗിയറിൽ ഒരു വാഹനം ഇട്ടു പോകേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് വേഗത വരുമ്പം നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്രൽ പൊസിഷനിലേക്കാക്കി പെട്ടെന്ന് തന്നെ നമ്മൾ 3ഡിലേക്ക് ഇട്ട് കൊടുക്കും. ന്യൂട്രൽ വന്നാൽ പെട്ടെന്ന് 3ഡിലേക്ക് പോയിരിക്കണം. ന്യൂട്രലാക്കി ഇടരുത്, പിന്നെ ഗിയർ വാഹനം പോകത്തില്ല. അടുത്ത ഗിയറിലേക്ക് പ്രോപ്പറായിട്ട് ഇട്ടേക്കണം. ഇനി 4th എന്ന് പറയുന്നത് 3ഡിൽ നമ്മൾ പോകുന്ന സമയത്ത് വീണ്ടും നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഒരു 35-40 കിലോമീറ്റർ വേഗതയിലാണ് വാഹനമെങ്കിൽ, സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് 3ഡിൽ നിന്ന് ന്യൂട്രൽ വരുന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ 4ത്തിലേക്ക് ഇടുക. ഇനി ഒരു 50-55 കിലോമീറ്റർ വേഗതയിൽ അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡിൽ നമ്മുടെ വാഹനം പോവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ 4ത്തിൽ നിന്ന് നമുക്ക് 5th ഗിയറിലേക്ക് ഇടാം. ഇനി നമുക്ക്
വാഹനം ഓടിച്ചു തുടങ്ങാം. എൻ്റെ കാല് ബ്രേക്കിലും ഉണ്ട്, ക്ലച്ചിലും ഉണ്ട്, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി വണ്ടി മുന്നോട്ട് നീക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനിലാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ഇതുപോലെ നമ്മൾ കൈ ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് മേളിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റാതെ ഇടാം. അടുത്തതായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഹാൻഡ് ബ്രേക്ക് താഴോട്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു വാഹനം ഡയറക്റ്റ് എടുത്തു പോകുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ബ്രേക്ക് ചെയ്യുന്ന ഇതുപോലെ ജസ്റ്റ് ഒന്ന് കാലയക്കാം. നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ടല്ല വാഹനം എടുക്കുന്നത്. ബ്രേക്ക് ചെയ്യുന്ന എടുക്കുന്നു, എന്നിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് കാല് വെക്കുക. ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്ത് വരിക. പതിയെ ക്ലച്ച് ചെയ്യുന്ന കാല് ഇങ്ങോട്ട് അയക്കുന്നതിനനുസരിച്ച് നമ്മളുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തും. ഒറ്റയടിക്ക് ക്ലച്ച് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പം പതിയെ നമുക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ നമുക്ക് വീലുകളിലേക്ക് എത്തിക്കണം. അതിന് പതിയെ പതിയെ ഞാൻ ഇങ്ങോട്ട് ക്ലച്ച് ചെയ്യുന്ന ഇങ്ങോട്ട് അയച്ചു വരുന്നു. അയച്ചു വരുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. വാഹനത്തിന് ഒരു വിറയൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വിറയൽ വരുന്ന ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ഇടത്തേക്കാൽ ഉപയോഗിച്ചൊന്ന് ബാലൻസ് ചെയ്യുക. ആ പോയിന്റൊക്കെയാണ് നമ്മൾ ഈ ഹാഫ് ക്ലച്ച് എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ക്ലച്ച് ഇങ്ങോട്ട് അയച്ചു വരുമ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ട് ഒരു ചെറിയ വിറയൽ, ഒരു ബൈറ്റിംഗ് വരും. ആ ബൈറ്റിംഗ് പോയിന്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇടത്തേക്കാൽ ഇതുപോലെ ഫ്രീ ആക്കിയിരിക്കണം. ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇടത്തേക്കാൽ ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ചെയ്യുന്ന ഇങ്ങോട്ട് അയച്ച് നമ്മൾ ഈ വിറയൽ പോയിന്റ് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഈ വിറയൽ പോയിന്റിൽ നിന്ന് എത്രത്തോളം കാല് പതുക്കെ അയക്കാമോ ഇത് നിങ്ങൾ നോക്കുക. പതിയെ പതിയെ കാലയക്കാണ്. വളരെ സാവധാനത്തിൽ ഇങ്ങോട്ട് അയക്കുന്ന സമയത്ത് ഇതുകൊണ്ട് വണ്ടി പതിയെ അനങ്ങി തുടങ്ങും. അനങ്ങി തുടങ്ങി. എന്നിട്ട് വീണ്ടും വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. അപ്പം നമ്മുടെ വാഹനം എഞ്ചിൻ ഓഫ് ആകാതെ നമുക്ക് വാഹനത്തെ നിർത്താം. ഇനി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു നിരപ്പത്തെടുക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തന്നെ. എന്നാൽ നമ്മുടെ വാഹനം നമുക്ക് ചെറിയ സ്ലോപ്പ് കയറ്റങ്ങളിൽ വണ്ടി എടുക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടത്? ഇപ്പം ഞാൻ വണ്ടി ഇവിടെ നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ച് അങ്ങോട്ട് ചവിട്ടുന്നു, എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഞാനിത് ഇവിടെ നിർത്തി. വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് വണ്ടി കയറ്റത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കാൻ പറ്റത്തില്ല. കാരണം എടുത്തു കഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ വണ്ടി നേരെ ബാക്കിലേക്ക് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി പിടിച്ച് എൻ്റെ വാഹനത്തെ നിർത്തി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് ഞാൻ പതിയെ പതിയെ ഇടത്തേക്കാലൊന്ന് ഫ്രീ ആക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെ ഇങ്ങോട്ട് കാല് റിലീസ് ചെയ്ത് വരുവാണ്. ഈ സമയത്ത് തന്നെ എൻ്റെ വണ്ടിയുടെ സൗണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനത്തിന് ഒരു ചെറിയ വിറയൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിറയൽ വന്ന ആ പോയിന്റ് ഞാൻ ഇടത്തേക്കാൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കും. ആ പോയിന്റിൽ നിന്ന് ഇനി ഞാൻ കാലെടുത്ത വണ്ടി ഓഫായി പോകും. പലർക്കും വണ്ടി ഓഫാകുന്ന സമയത്ത് അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഓഫാകുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ ആ പ്രോപ്പർ ആ വിറയൽ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്തു. എന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഇതേ ഒന്ന് അയച്ചു നോക്കിയിട്ട് എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഈ വിറയൽ പോയിന്റ്, അതായത് ഈ ക്ലച്ച് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന ഈ വിറയൽ പോയിന്റിൽ നിന്ന് ഒരു പൊടിക്കും കൂടെ കാര്യം കൂടെ അയക്കുകയാണ്. ഒരു പൊടിക്കും കൂടെ അയച്ചപ്പോൾ വണ്ടി നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ പതിയെ ബ്രേക്ക് ചെയ്യാൻ ഒന്ന് എടുത്തപ്പോൾ എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല. നിങ്ങൾ നോക്കിയേ. അപ്പം ഞാൻ കയറ്റത്ത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇങ്ങനെയാണ് നമ്മൾ ഒരു വാഹനത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം കറക്റ്റ് ബൈറ്റിംഗ് പോയിന്റിൽ ഹാഫ് ക്ലച്ചിലാണ് എൻ്റെ വാഹനം നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ വണ്ടി ഇനി കയറ്റത്ത് മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ആവശ്യമാണ്. എന്തുകൊണ്ട്? കയറ്റമായതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പവർ അവിടെ നമുക്ക് വേണം. അതിനെന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ക്വിക്കായിട്ട് നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് അങ്ങോട്ട് കൊടുത്തു പിടിക്കും. മുന്നോട്ട് അങ്ങോട്ട് കൊടുത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങും. ഇനി വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. കണ്ടോ? അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വാഹനം മുന്നോട്ട് എടുത്തു വെക്കും. ഇങ്ങനെ നിങ്ങൾ വാഹനത്തെ ആദ്യം മുന്നോട്ട് എടുക്കുകയും വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വണ്ടി എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് മൂവ് ആക്കാനായിട്ടാണ് ഈ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഗിയർ ഇനി ഓരോ ഗിയർ കൊടുക്കുന്ന സമയത്തും നമുക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ഗിയറിലേക്ക് പോകാതെ കട്ട് ഓഫ് ചെയ്ത് വേണം അടുത്ത ഓരോ ഗിയറും കൊടുക്കാൻ. അല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടും. ഇനി ക്ലച്ചിൻ്റെ ഉപയോഗമാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ വലത്തെ കൈ ഉപയോഗിച്ച് സ്റ്റിയറിംഗിന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ ആക്കുന്നു. എന്നിട്ട് ഒന്നും കൂടെ താട്ട് വലിച്ചിടുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വീണു. സെക്കൻഡ് ഗിയർ വരികയാണ്. ഇനി ഒരു ഇറക്കമായതുകൊണ്ട് എൻ്റെ കാലെടുത്ത് ഞാൻ ബ്രേക്കിലേക്ക് മെല്ലെ കൊള്ളിച്ചൊന്ന് ചവിട്ടി. ടയറിൻ്റെ കറക്കം കുറയ്ക്കുകയാണ്. സ്പീഡ് കൂടാതിരിക്കാനായിട്ട് മെല്ലെ ബ്രേക്ക് ഒന്ന് കൊള്ളിച്ച് ചവിട്ടി കഴിയുമ്പോൾ നമ്മുടെ വാഹനം കണ്ട് ഇറക്കത്ത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലും ബ്രേക്കിലുമായിട്ട് വരികയാണ്. ഇപ്പം നിങ്ങൾ ഒരു തുടക്കക്കാരൻ പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഗിയർ
ഗിയറിൽ വരുന്നു. എന്നിട്ട് ഞാൻ പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് കാല്. ഇപ്പോൾ ഫ്ലോറിൽ എൻ്റെ കാലെടുത്ത് വെക്കുന്നു, ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്. ഇനി വീണ്ടും ഞാനൊരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലേക്ക് വന്നു. അപ്പോൾ ഇനി നമുക്ക് വണ്ടി മുന്നോട്ട് മൂവ് ആകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പറ്റത്തില്ല. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ആക്സിലറേഷൻ, വണ്ടിയെ മൂവ് ആക്കാനായിട്ട് ആക്സിലറേഷൻ ആവശ്യമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആക്സിലറേഷൻ ഇതേ പതിയെ കൊടുത്ത് ഇതേ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ വരിക. ഇനി തേർഡ് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം സ്ട്രെയിറ്റ് റോഡിൽ ഒരു 30 കിലോമീറ്റർ വേഗതയാകുമ്പോൾ തേർഡ് കൊടുക്കാം. അതിന് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ഇത് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ആക്കുന്നു, ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെച്ചു, ക്ലച്ച് പിടിച്ചത് വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രാക്കുന്നു, എന്നിട്ട് നേരെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്തു, ഇറക്കമായതുകൊണ്ട് എൻ്റെ കാലെടുത്ത് ബ്രേക്കേ കാല് വെച്ച് വണ്ടി ഞാൻ സ്ലോ ചെയ്യുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, നല്ല റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ക്ലച്ച് പിടിക്കുക, ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. ഇപ്പം നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ഇനി നമുക്ക് മുന്നിലായിട്ട് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഫോർത്ത് ഗിയറിൽ വണ്ടി പോകത്തില്ല, കയറ്റമാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു. വീണ്ടും ക്ലച്ച് പിടിച്ച് ഞാൻ സെക്കൻഡ് കൊടുത്തു. എന്തുകൊണ്ടാണ്, കയറ്റത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് അഡ്വാൻസ് സെക്കൻഡ് ഗിയർ കൊടുത്ത് ഇതേ വാഹനം പോകണം. അപ്പം നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത് നമ്മൾ വരുന്ന ഗിയറിൽ നമ്മുടെ വണ്ടി പോകാത്ത സിറ്റുവേഷൻ റോഡിലുണ്ടെങ്കിൽ അഡ്വാൻസ് ഡൗൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഗിയർ കൊടുക്കാം. ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു, ഇടത്തെ കൈ ഗിയർ ലിവറെ വെക്കുന്നു, വണ്ടിക്ക് ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് ഒരു ഇത്തിരി കൂടെ വേഗതയാക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണ്. ഇപ്പം നിങ്ങൾ നോക്കാൻ ഞാൻ തേർഡ് ഗിയറിൽ പോവാണ്. ഇനി ഫോർത്തിലേക്ക് കൊടുക്കുന്ന എപ്പോഴാണ്, നല്ല സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് നമുക്ക് ഫോർത്ത് കൊടുക്കാം. അതിലെന്ത് ചെയ്യുന്നു, വാഹനം ഇതുപോലെ ഇടത് ചേർന്ന് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് നമ്മളിവിടെ വരുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിന് ഇവിടെ ബാലൻസ് ചെയ്യുന്നു, ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെച്ചു, ക്ലച്ച് ചവിട്ടി ഇതേ വണ്ടിയുടെ ഗിയർ ലിവർ ഈ പൊസിഷനിൽ പിടിച്ച് ന്യൂട്രലിലേക്ക് വരുന്നു, വീണ്ടും ഫോർത്തിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ നമ്മുടെ വാഹനം പോവാണ്. ഇനി അഞ്ചാമത്തെ ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തിരിയും കൂടെ വാഹനത്തിന് വേഗത ആകുന്ന റോഡുകളിൽ നമ്മൾ കൊടുക്കുക. അതായത് വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രാക്കുന്നു, റൈറ്റ് സൈഡ് ചേർത്ത് ഇതേ ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, അഞ്ചാമത്തെ ഗിയർ വരികയാണ്. വീണ്ടും ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ വന്ന് വണ്ടി ബാലൻസ് ചെയ്യുന്നു, ക്ലച്ച് പിടിച്ച് ആദ്യം ഫോർത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കാരണം വളവ് നമുക്ക് അഞ്ചാമത്തെ ഗിയറിൽ പോകാൻ പറ്റത്തില്ല, വീണ്ടും ഫോർത്ത് കൊടുക്കുന്നു. ഫോർത്തിലും പോകാൻ പറ്റത്തില്ലെങ്കിൽ വീണ്ടും ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇടുന്നു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കാരണം അപ്പോൾ മൂന്നാമത്തെ ഗിയറിലേക്ക് വന്നു. ഇങ്ങനെ ഗിയർ മാറി നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആക്കണം. അപ്പോൾ അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ ലെഫ്റ്റ് ചേർന്ന് ഓടിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ എതിരെ വരുന്ന വണ്ടിയെ നോക്കി ഓടിക്കരുത്. കാരണം ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മെയിൻ പ്രശ്നമാണ് എതിരെ വരുന്ന വാഹനത്തെ നോക്കി ഓടിക്കും. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം അങ്ങോട്ട് പോകാനും ഇടിക്കാനും സാധ്യതയുണ്ട്. നമ്മളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലെഫ്റ്റാണ്. എതിരെ വരുന്ന വാഹനത്തെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക എന്നുള്ളത് മെയിൻ ഫോക്കസ് കൊടുക്കുക. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ലെഫ്റ്റിലേക്ക് ചേർന്ന് പോകുക. അപ്പോൾ എതിരെ വരുന്ന വാഹനത്തെ നമുക്ക് ഇടിക്കാതെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒരു വാഹനം എങ്ങനെ ഓടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഐഡിയകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അനുസരിച്ചിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുക. ഇനി നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള ട്യൂട്ടോറിയലുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയറിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാനായിട്ട് അങ്ങനെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് ഗിയറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ട്രിക്കുകൾ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടെ ഐഡിയ കിട്ടും. നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടാതിരിക്കാനായിട്ടാണ് ആ കാര്യങ്ങളും കൂടെ വീഡിയോയിൽ പറയാതിരിക്കുന്നത്. നിങ്ങൾ അത് കയറി കാണുക. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പഠിക്കരുത്. ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ യൂസ് അങ്ങനെ ഒരുപാട് ട്യൂട്ടോറിയലുണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ അതെല്ലാം കയറി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.